അമേരിക്കയുടെ F-35, റഷ്യയുടെ Su-57 ലോകത്ത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന അഞ്ചാം തലമുറ സാങ്കേതികവിദ്യയുടെ ആകാശ രഹസ്യങ്ങൾ. എന്നാൽ ഇനി അങ്ങോട്ട് കളി മാറും. ലോകത്തെ വമ്പൻ ശക്തികൾ പോലും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു വമ്പൻ പ്രോജക്റ്റുമായി ഭാരതം വരികയാണ്. ലക്ഷം കോടി രൂപയുടെ ഈ ബ്രഹ്മാണ്ഡ പദ്ധതിയുടെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ 600 ഏക്കറിൽ ഉയരുന്ന ആ രഹസ്യ കേന്ദ്രം എന്താണ്? ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ചാം തലമുറ വിമാനങ്ങളിലെ പോരായ്മകൾ പോലും പരിഹരിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന ആ അത്യാധുനിക വ്യോമകരുത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം അവസാനം ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു വാർത്ത വരാനിരിക്കുകയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം AMCA അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റിനെ കുറിച്ചാണ്. ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് എന്ന സ്വയം പര്യാപ്ത നയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതുവരെ പ്രതിരോധ മേഖലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ആദ്യമായി ടാറ്റ, L&T, ഭാരത് ഫോർജ് തുടങ്ങിയ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനികളെ ഇതിൻ്റെ നിർമ്മാണ പങ്കാളികളാക്കുകയാണ്. 2 എഞ്ചിനുകളുള്ള ഇടത്തരം ഭാരമുള്ള റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത ഈ അത്യാധുനിക വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി തന്നെ മാറ്റിമറിക്കും. ഇവിടെയാണ് ട്വിസ്റ്റ്. അമേരിക്കയുടെ അതിപ്രശസ്തമായ F-35 വിമാനങ്ങൾ മികച്ചതാണെങ്കിലും അവയുടെ കോട്ടിംഗ് പരിപാലിക്കാനും അറ്റകുറ്റപ്പണികൾ തീർക്കാനും വലിയ ചെലവാണുള്ളത്. പലപ്പോഴും വിമാനങ്ങൾ സർവീസിനായി കൂടുതൽ സമയം നിലനിർത്തേണ്ടി വരുന്നു. എന്നാൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഈ പോരായ്മ മുൻകൂട്ടി കണ്ട് AMCAയിൽ ഇൻ്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതായത് വിമാനത്തിന് എന്തെങ്കിലും ചെറിയ തകരാറുണ്ടാകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഇത് മുൻകൂട്ടി കണ്ടെത്തി ഗ്രൗണ്ട് സ്റ്റാഫിനെ അറിയിക്കും. ഇത് മെയിൻ്റനൻസ് സമയം പകുതിയായി കുറയ്ക്കാനും സഹായിക്കുമെന്നതാണ്. നമ്മുടെ വിമാനങ്ങൾ എപ്പോഴും ആകാശത്ത് സജീവമായിരിക്കാൻ ഈ ഒരു സിസ്റ്റം സഹായിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിൽ വേറെ എന്തൊക്കെയാണ് പുതുമയുള്ളതെന്ന്. അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കളി വരുന്നത്. പറക്കുന്നതിനിടയിൽ താപനിലയോ ഹൈഡ്രോളിക് പ്രഷറിലോ ഉണ്ടാകുന്ന വളരെ ചെറിയ മാറ്റങ്ങൾ പോലും ഇതിലെ AI സിസ്റ്റം നിമിഷ നേരം കൊണ്ട് വിശകലനം ചെയ്യുമെന്നതാണ്. അത്യാധുനിക വ്യോമ തന്ത്രങ്ങളിലെ പ്രധാന നിയമമാണ് ഫസ്റ്റ് ഡിറ്റക്ട് ഫസ്റ്റ് സർവൈവ് എന്നത്. അതായത് ആരാണോ ആദ്യം തിരിച്ചറിയുന്നത് അവരായിരിക്കും വിജയിക്കുക. AMCAയുടെ സെൻസറുകളും AIയും പൈലറ്റിന് മുന്നിലെ വിവരങ്ങൾ അത്രമേൽ കൃത്യതയോടെ നൽകുമെന്നതാണ്. ശരവേഗത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഇത് പൈലറ്റിനെ സഹായിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. ഇനി ഇതിന്റെ വേഗതയെയും സംഭരണശേഷിയെയും കുറിച്ച് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. റഡാറുകളിൽ നിന്ന് പൂർണ്ണമായി മറഞ്ഞിരിക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് 1500 കിലോഗ്രാം വരെയുള്ള പ്രതിരോധ സാമഗ്രികൾ സൂക്ഷിക്കുന്നത്. ആവശ്യമെങ്കിൽ വിമാനത്തിന് പുറത്തും അധിക സാമഗ്രികൾ ഘടിപ്പിക്കാൻ സാധിക്കും. സൂപ്പർ ക്രൂയിസ് സൗകര്യമുള്ള ഈ വിമാനത്തിന് 55,000 അടി ഉയരത്തിൽ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കും. മികച്ച നിയന്ത്രണവും എയ്റോ ഡൈനാമിക് ഡിസൈനും ഇതിനെ ആകാശത്തിലെ ഏറ്റവും മികച്ച സുരക്ഷാ കവചമാക്കി മാറ്റുന്നു. ഇന്ത്യയുടെ ഈ സ്വപ്ന പദ്ധതി വെറും ഒരു പേപ്പർ പ്ലാൻ അല്ല കേട്ടോ. ആന്ധ്രാപ്രദേശിൽ ഇതിനായി 1 ലക്ഷം കോടി രൂപയുടെ വമ്പൻ നിർമ്മാണ ഹബ്ബാണ് ഒരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 140 വിമാനങ്ങളും പിന്നീട് അത് 250 എണ്ണമായും ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഒരൊറ്റ പൊതുമേഖലാ സ്ഥാപനത്തെ മാത്രം ആശ്രയിക്കാതെ ഒരേ സമയം ഒന്നിലധികം പ്രൊഡക്ഷൻ ലൈനുകൾ ആരംഭിച്ച് അതിവേഗത്തിൽ വിമാനങ്ങൾ പുറത്തിറക്കാനാണ് നമ്മുടെ സർക്കാരിന്റെ നീക്കം. തുടക്കത്തിൽ GEF 414 പോലെയുള്ള വിദേശ എഞ്ചിനുകളാകും ഇതിൽ ഉപയോഗിക്കുക. അടുത്ത ഘട്ടമായി AMCA MK2 വേരിയന്റിൽ ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന തദ്ദേശീയ എഞ്ചിനായിരിക്കും ഉപയോഗിക്കുക. കൂടാതെ 6ാം തലമുറയിലെ സാങ്കേതിക വിദ്യയായ ഫ്ലൈ ബൈ ലൈറ്റ് സിസ്റ്റവും മനുഷ്യരില്ലാത്ത ചെറിയ ഡ്രോണുകളെ നിയന്ത്രിക്കാനുള്ള സംവിധാനവും ഇതിൽ കോർത്തിണക്കുമെന്നതും എടുത്തു തന്നെ പറയണം. 2035 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാൻ പോകുന്ന ഈ തദ്ദേശീയ 5ാം തലമുറ വിമാനം വരുന്നതോടെ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം വളരെ വലുതായിരിക്കും. ലോകശക്തികൾക്കിടയിലേക്ക് ഇന്ത്യയുടെ ഈ വമ്പൻ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.